ലോക്സഭാ മണ്ഡലത്തിൽ ഉയരുന്ന പുതിയ വിവാദമായി ഇത് മാറുകയാണ്. ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസ് മറിച്ചുകുത്തുന്നു, ഇടതുപക്ഷത്തേക്ക് മറിച്ചുകുത്തുന്നു എന്ന ആക്ഷേപം ഉന്നയിക്കുന്നത് BJP ആണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്കുകളാണ് തീരദേശത്തെ ഈ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടുകൾ. കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസിനെ തുണച്ചിരുന്ന ഈ വോട്ടുകളിൽ ഷിഫ്റ്റ് ഉണ്ടാകുന്നു എന്നാണ് ആക്ഷേപം. കോൺഗ്രസ് നേതാവ് അനിൽ ബോസ് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ അനിൽ ബോസ്, ഇവിടെ ഉയരുന്ന ആക്ഷേപം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ വീഴ്ചയുണ്ട് എന്ന ആക്ഷേപം കോൺഗ്രസിലെ ചില നേതാക്കൾ തന്നെ നേരത്തെ അത് സോഷ്യൽ മീഡിയയിലും മറ്റും ഉന്നയിക്കപ്പെട്ടതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ BJP ഉന്നയിക്കുന്ന ആരോപണം തീരദേശത്തെ ഈ ന്യൂനപക്ഷ വോട്ടുകൾ ഇടതുപക്ഷത്തിന് മറിച്ചുകുത്താൻ കോൺഗ്രസിൽ നിന്ന് തന്നെ ശ്രമം ഉണ്ടാകുന്നു. അത് BJPയുടെ ജയസാധ്യത മുന്നിൽ കണ്ടാണ് ഇത്തരമൊരു നീക്കം കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്നത്, കോൺഗ്രസ് നേതൃത്വം നടത്തുന്നത് എന്നതാണ് ഉയരുന്ന ആക്ഷേപം. ഈ BJP നേതാക്കൾക്ക് തലയ്ക്ക് പ്രാന്താണ്. ഒറ്റ വാക്കിൽ അതാണ് അതിന് മറുപടി. കാരണം BJP ജയിക്കും എന്ന് വിചാരിക്കുക എന്ന് പറയാൻ ഭൂലോക മടയന്മാരും മണ്ടന്മാരുമാണ് തിരുവനന്തപുരം നിവാസികളെന്ന് ധരിക്കുന്നുണ്ടോ നിങ്ങൾ? രണ്ടാം സ്ഥാനത്ത് പോലും എത്താൻ അവിടെ BJP മുന്നണിക്ക് കഴിയില്ല എന്ന യാഥാർത്ഥ്യം വളരെ കൃത്യമായി അറിയുന്ന വിദ്യാസമ്പന്ന സമൂഹമാണ് തലസ്ഥാനത്തുള്ളത്. അവർക്കറിയാം ആരെ ജയിപ്പിക്കണം, എങ്ങനെ ജയിപ്പിക്കണം എന്നൊക്കെ. BJP എന്താണ് ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നതെന്ന് ഏതൊരു സാമാന്യ ബോധമുള്ള ആളുകൾക്ക് മനസ്സിലാവും. UDFന്റെ സ്ഥാനാർത്ഥിക്കൊപ്പം ഉറച്ചു നിൽക്കുന്ന വോട്ട് LDFിലേക്ക് പോകുന്നു എന്ന ആശയക്കുഴപ്പം സൃഷ്ടിച്ചാൽ ഉടനെ അതിന്റെ പുറകെ കുറെ ആളുകൾ പൊയ്ക്കൊള്ളും എന്ന് BJPയുടെ ഏതെങ്കിലും നേതാക്കന്മാർ ധരിക്കുന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന ജോലി വെറുതെ വ്യായാമമാണ്. ഒരു സംശയം വേണ്ട. അവിടെ 1.5 ലക്ഷം വോട്ടിന് മുകളിൽ വലിയ ഭൂരിപക്ഷം നേടി ഡോക്ടർ ശശി തരൂർ അവിടെ ജയിച്ചു വരും. ഈ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന BJPയുടെ സ്ഥാനാർത്ഥിയെ കുറിച്ച് BJPക്കാർക്ക് അറിയാവോ? അതിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് അറിയാവുന്നതാണ്. അയാളും അയാളുടെ കുടുംബവും കറതീർന്ന കോൺഗ്രസ്സുകാരായിരുന്നു. മനസ്സിലായില്ലേ? അയാളുടെ കുടുംബത്തിലെ മുഴുവൻ വ്യാപാര ശൃംഖലയും സ്വന്തം കുടുംബത്തിൽപ്പെട്ട, അതായത് നമ്പ്യാരെന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അമ്മായിയപ്പന്റെ BPL കമ്പനി ഉൾപ്പെടെ കവർന്നെടുത്ത് പോന്നതിന് ശേഷം അദ്ദേഹത്തിനെതിരെ ഉണ്ടായ കേസുകളുണ്ട്. ആ കേസുകളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയാണ് പല നേതാക്കളും ഇന്നിപ്പോ BJP പോകുന്ന പോലെ ആദ്യം പോയവരുത്തന തിരുവനന്തപുരത്ത് NDA സ്ഥാനാർത്ഥി, അല്ലാതെ ജനനേതാവൊന്നുമല്ല. കൃത്രിമത്തിന്റെ പേരിൽ രാജ്യത്ത് അന്വേഷണം നേരിട്ടപ്പോ ആ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ BJPയിൽ അഭയം തേടിയ ആൾ മാത്രമാണ്. ഒരു കാര്യമില്ല, കള്ളക്കച്ചവടക്കാരൻ. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിൽ കൂടുതൽ വിമർശനങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. അതൊക്കെ തിരുവനന്തപുരത്തെ അനുദിനമുള്ള വാർത്താ മാധ്യമങ്ങൾ കാണുന്ന, രാഷ്ട്രീയം വിലയിരുത്തുന്ന ഓരോരുത്തരുടെയും ബയോഗ്രാഫി അല്ലെ ബയോഡാറ്റ അത് ബോധ്യമുള്ള തിരുവനന്തപുരം നിവാസികൾക്കറിയാം ശശി തരൂർ എന്താണെന്ന്. അതുകൊണ്ട് ശശി തരൂർ അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചോളും. അതിനെക്കുറിച്ച് ഓർത്ത് ആരും ആശങ്കപ്പെടുന്നില്ല. അൻബോസ്, ഈ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളിലും തരൂരിന്റെ പ്രചരണ ബോർഡുകളോ പോസ്റ്ററുകളോ പോലും എത്തുന്ന വീടുകളിൽ സ്ലിപ്പ് വിതരണം ചെയ്യുന്നില്ല, നോട്ടീസ് എത്തിക്കുന്നില്ല. ഇങ്ങനെ സംഘടനാ രംഗത്തെ പിഴവുകൾ കോൺഗ്രസിൽ നിരവധി സംഭവിക്കുന്നു ഈ തിരുവനന്തപുരം ലോക്സഭയിൽ. അങ്ങനെ ഒരു ആക്ഷേപം ശക്തമായി തന്നെയുണ്ട്. അല്ല, തിരുവനന്തപുരത്ത് മാത്രമല്ലല്ലോ, കേരളത്തെ 20 പാർലമെന്റ് മണ്ഡലങ്ങളിലും എല്ലാ വീടും ഇപ്പോഴും UDF കയറാത്ത വീടുകളുണ്ടല്ലോ. അത് തിരുവനന്തപുരത്തിന്റെ മാത്രം പ്രത്യേകതയല്ല. കനത്ത ചൂട്, ആളുകൾക്ക് താങ്ങാൻ കഴിയുന്നതിന് അപ്പുറമാണ് ഇന്നത്തെ ചൂട്. അതുപോലെ ദിവസം 10-20 ബാക്കി കിടക്കുന്നു. മാത്രമല്ല സാമ്പത്തിക ചെലവ്, ഞങ്ങളുടെ അക്കൗണ്ട് ഉൾപ്പെടെ ഫ്രീസ് ചെയ്യപ്പെട്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം. അപ്പോ അതിന്റെയൊക്കെ ഭാഗമായി ചില മെറ്റീരിയൽസ് എത്തുന്നതിനൊക്കെ പോരായ്മകൾ ഉണ്ടാവും. അത് ശശി തരൂരിന്റെ മാത്രം പ്രത്യേകതയല്ല, കേരളത്തിലെ 20 സ്ഥാനാർത്ഥികൾക്കും അതൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ശശി തരൂരിന് എന്തിനാ പോസ്റ്റർ? ശശി തരൂരിന് ഇനി പോസ്റ്റർ കൊടുത്ത് പരിചയപ്പെടുത്തണോ? 3 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച് വലിയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ കഴിയുമായിരുന്ന വിവാദങ്ങൾ സൃഷ്ടിച്ച കാലഘട്ടത്തിൽ പോലും വളരെ കൃത്യമായ വിജയം ബോധ്യപ്പെടുത്തിയ നേതാവാണ് ശശി തരൂര്. അദ്ദേഹം 3 തവണ പാർലമെന്റ് അംഗമായ മണ്ഡലത്തിൽ പടം വെച്ചാലേ അദ്ദേഹത്തെ അറിയുള്ളൂ എന്നാണ് നിങ്ങൾ ധരിക്കുന്നത്. എന്തൊരു വിലയിരുത്തലാത്! ശശി തരൂർ ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിലുണ്ടെന്ന് ഒരു പോസ്റ്ററിന്റെ ആവശ്യമില്ല. പിന്നെ ചെല്ലാത്ത ബൂത്തുകൾ ഉണ്ടാവും. ഞങ്ങൾക്ക് ബൂത്ത് കമ്മിറ്റി ഇല്ലാത്ത സ്ഥലങ്ങളുണ്ടല്ലോ, ഞങ്ങൾക്കറിയാലോ അത്. അപ്പൊ അതൊന്നും മനഃപൂർവ്വമായി ചെയ്യുന്ന കാര്യങ്ങളല്ല. അതൊക്കെ വളരെ കൃത്യമായ പോരായ്മകളുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ആ പോരായ്മകളൊക്കെ പരിഹരിച്ച് അതിശക്തമായ പ്രവർത്തനങ്ങളുമായിട്ടാണ് കേരളത്തിലെ 20 മണ്ഡലത്തിലും പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു മണ്ഡലത്തിന്റെ പ്രത്യേകതയല്ല, എല്ലാ മണ്ഡലത്തിലുള്ള പോരായ്മകളെ അവിടെ ഉള്ളൂ. പക്ഷെ അതൊന്നും അവിടെ ഒരു പ്രശ്നമല്ല. വളരെ ഗൗരവമുള്ള ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ശശി തരൂരിനെ പോലെ ഒരു നേതാവിന് ഇനി ആരെങ്കിലും 2 പോസ്റ്റ് അടിച്ചു കൊടുത്താൽ മാത്രമേ, അല്ലെങ്കിൽ ഒരു അഭ്യർത്ഥന വീട്ടിൽ എത്തിയില്ല എന്നിരിക്കട്ടെ, എത്തിയില്ലെങ്കിൽ എന്താ പ്രശ്നം? ഈ തീരദേശ വോട്ടുകൾക്ക് സുരക്ഷിതമായിരിക്കും അല്ലേ?
തീരദേശ വോട്ടുകൾക്ക് നിങ്ങൾക്ക് സുരക്ഷിതമായിരിക്കും. തീരദേശ വോട്ടുകൾക്കൊന്നും ഒരു കുഴപ്പമില്ല. തീരദേശ വോട്ടുകളൊക്കെ വളരെ കൃത്യമായി വീഴേണ്ടത് കൃത്യമായി വീഴും. ഡോക്ടർ ശശി തരൂർ 1.5 ലക്ഷം വോട്ടിന് മുകളിൽ ജയിക്കും. ജൂൺ 4-ാം തീയതി രാത്രി നിങ്ങൾ എന്നെ വിളിക്കുക, നമുക്ക് ചർച്ച ചെയ്യാം. യെസ്, അതാണ് കോൺഗ്രസിന്റെ കോൺഫിഡൻസ്. എന്തായാലും തിരുവനന്തപുരം ലോക്സഭയിൽ ഉയരുന്ന വിവാദം, അവിടെ ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് മറിച്ചു നൽകുന്നതെന്ന് ആക്ഷേപം ഉന്നയിക്കുന്ന BJP ആണ്. തിരുവനന്തപുരത്തെ ഈ രാഷ്ട്രീയ പോരിൽ നിർണായകമാവുന്ന ചർച്ചകളാണ് ഉയരുന്നത്. കാരണം തീരദേശ വോട്ടുകൾ നിർണായകമാവുന്ന ലോക്സഭാ മണ്ഡലത്തിൽ ആ വോട്ട് ആര് നേടും, ആര് വോട്ട് ഉറപ്പിക്കും എന്നത് വലിയ തർക്കവും വലിയ പ്രചരണ സാധ്യതകളുമൊക്കെയായി ആ മേഖലകളിൽ മാറുകയാണ്. അതിൻ്റെ പ്രതിഫലനമാണ് ഇത്തരം വിവാദങ്ങളിലൂടെ പുറത്തു വരികയും ചെയ്തത്. ഒരു